ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഫെർമെൻ്റ് ആകാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ദോശ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 1/2 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞെടുത്തതും 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയുമാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് റവ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മൈദ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏകദേശം 1/4 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 2 കപ്പ് വെള്ളമാണ് ഇനി ചേർക്കാനുള്ളത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 15 മിനിറ്റ് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. റവ വെള്ളം നല്ലതുപോലെ അബ്സോർബ് ചെയ്യും. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ 2 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളം ചേർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കേണ്ടത്. എനിക്കിവിടെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ മാവ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ്. സാധാരണ ദോശ തയ്യാറാക്കുന്ന ബാറ്റർ പോലെയല്ല. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ്. ഒരു പാൻ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ വേണം നമുക്ക് റവ ദോശയ്ക്ക് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. സാധാരണ ദോശ ചെയ്യുന്നത് പോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ല. ഈ ഒരു രീതിയിലാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. 2-3 തവണ ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും. സാധാരണ ദോശ ചുട്ടെടുക്കുന്നതിനേക്കാളും അല്പം സമയം കൂടി എടുക്കും. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു വശം മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്.
ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സൈഡൊക്കെ നല്ലതുപോലെ വിട്ടു വരും. അതിനുശേഷമാണ് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു റവ ദോശയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ദോശ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത റവ ദോശയും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ പുറത്തു നിന്നും ഉള്ളിലേക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓരോ തവണ മാവ് ഒഴിക്കുമ്പോഴും നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത്. റവ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും, മുകളിൽ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് മാവ് ഒഴിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ അരിയും ഉഴുന്നും ഒക്കെ നനച്ച് വയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യുമെന്നുള്ള ഒരു സംശയവും വേണ്ട. നമുക്ക് റവ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് റവ ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും. രണ്ടാമത്തെ നമ്മുടെ റവ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണെന്ന്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഞാനിനി ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോസ്റ്റിൻ്റെയും ചിക്കൻ വിന്താലുവിൻ്റെയും മട്ടൺ സ്റ്റൂവിൻ്റെയൊക്കെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെയും റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റവ ദോശ തേങ്ങാ ചട്നിയുടെ കൂടെയോ തക്കാളി ചട്നിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.